ഹലോ ഫ്രണ്ട്സ്. ഇന്നത്തെ എപ്പിസോഡിൽ നിത്യയുടെ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് ജീവൻ നിർബന്ധം പറയുന്നത് കേട്ട് നിത്യ മനസ്സോടെ സമ്മതിച്ചു. അപ്പോഴാണ് സദാനന്ദൻ ചോദിച്ചത്, അല്ല ഇത്രയും നേരമായിട്ടും സുജാതയെ കണ്ടില്ലല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സുജാത കിടക്കു മറ്റോ ആണോ എന്ന് ചോദിച്ചതും നിത്യ പറഞ്ഞു, അച്ഛാ ഞാൻ പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിത്യ വേഗം സ്റ്റെയർ കയറി പോകുമ്പോൾ നിത്യയുടെ ആശങ്ക മനസ്സിലാക്കിയ ജീവൻ അച്ഛനോടുള്ള സ്നേഹം അത് ആത്മാർത്ഥമാണെന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വീണ്ടും സ്നേഹത്തോടെ സദാനന്ദന് ഭക്ഷണം വിളമ്പി കൊടുക്കാനും അച്ഛൻ ഇനി എന്തൊക്കെയാ വേണ്ടതെന്ന് ചോദിച്ച് സദാനന്ദന്റെ പിന്നാലെ നിന്നുകൊണ്ട് ജീവൻ തൻ്റെ സ്നേഹം അങ്ങനെ സദാനന്ദനെ തെറ്റിദ്ധരിപ്പിക്കും വിധത്തിൽ അഭിനയിച്ചു നിർത്തുന്നു. പിന്നീട് റൂമിലേക്ക് എത്തിയ നിത്യ കാണുന്നത് അപ്പുറത്ത് ജനലിനരികിൽ മാറി നിന്ന് പൊട്ടിക്കരയുന്ന സുജാതയെ. ഉടൻ തന്നെ അരികിലേക്ക് എത്തി നിത്യ ചോദിച്ചു, എന്താ അമ്മേ, അമ്മ കരയുകയായിരുന്നോ എന്ന് ചോദിച്ചതും സുജാത പറഞ്ഞു, അല്ല മോളെ, ഞാൻ എൻ്റെ സങ്കടങ്ങൾ ഇറക്കി വെക്കുകയായിരുന്നു. നീ ഈ അമ്മയോട് ക്ഷമിക്ക്. ഈ ലോകത്ത് ഏറ്റവും നല്ല സൽസ്വഭാവിയായിട്ടുള്ളവനാണ് എൻ്റെ മകനെന്ന് മോളെയും കുടുംബത്തെയും തെറ്റിദ്ധരിപ്പിക്കേണ്ടി വന്നല്ലോ എനിക്ക്. എൻ്റെ ആ വാക്കുകൾ വിശ്വസിച്ചല്ലേ മോൾ ഈ വീട്ടിലേക്ക് വരാൻ തയ്യാറായത്. ഇങ്ങനെയൊരു നരകയാതന അനുഭവിക്കേണ്ടതായി വന്നതും അത് കാരണമല്ലേ? നരകപൂർണമായിട്ടുള്ള ഒരു ജീവിതമല്ലേ എന്റെ മോൾക്ക് ഈ വീട്ടിൽ ലഭിച്ചത് എന്നെല്ലാം സുജാത വിഷമത്തോടെ നിത്യയോട് ചോദിച്ചു. നിത്യയോടുള്ള സ്നേഹത്തോടെയുള്ള സുജാതയുടെ വാക്കുകൾ അപ്പുറത്ത് നിന്ന് രഘു കേൾക്കുന്നു. അപ്പോഴും സുജാത പറഞ്ഞു, മോളെ, പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് മോളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചാലോ എന്ന്. എൻ്റെ മകൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ എന്തിന് എൻ്റെ മോൾ അനുഭവിക്കണം? അതുകൊണ്ട് മോളെ ഈ ഒരു നരകത്തിൽ നിന്ന് എത്രയും വേഗം സ്വതന്ത്രയാക്കി പറഞ്ഞയക്കാമെന്നൊക്കെ ഞാൻ മനസ്സിൽ കരുതിയതാണ്. പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിൻ്റെ സ്വാർത്ഥത അതിനെന്നെ അനുവദിക്കുന്നില്ല മോളെ. കാരണം നിന്നെപ്പോലെ ഒരു മകളെ എനിക്ക് വേറെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നിന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ് മോളെ ഞാൻ അതിനെ തുനിയാത്തത്. ഞാൻ എൻ്റെ മകനെക്കുറിച്ച് ചിന്തിക്കാറില്ല, അവനെക്കുറിച്ച് ഞാൻ ഓർക്കാറ് പോലുമില്ല. പക്ഷേ എൻ്റെ മോളെക്കുറിച്ചും മോളുടെ അവസ്ഥയെക്കുറിച്ചും എപ്പോഴും ഞാൻ ചിന്തിക്കുകയും അതോർത്ത് ആശങ്കപ്പെടുകയും ചെയ്യും. അമ്മയോട് ക്ഷമിക്ക്. അമ്മയുടെ സ്വാർത്ഥത മോളെ എൻ്റെ അരികിൽ നിന്ന് അകറ്റി നിർത്തരുത് എന്നുള്ള ഈശ്വരനോടുള്ള പ്രാർത്ഥനയാണ്. മോളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ അമ്മയ്ക്ക് കഴിയുന്നില്ല. ഒരിക്കലും മോൾ അമ്മയുടെ അരികിൽ നിന്ന് പോകുകയാണെന്നുള്ള ഒരു വാർത്ത എനിക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ മോളെ ഇവിടെ നിന്ന് പോകാതെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുന്നതും ഇത്തരം പ്രശ്നങ്ങളൊക്കെ മനഃപൂർവ്വം മറ്റുള്ളവരുടെ മുന്നിൽ മറച്ചു വെക്കാൻ ഞാൻ ശ്രമിക്കുന്നതും. എല്ലാം ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന് എനിക്കറിയാം. മോളുടെ ജീവിതം ഞാനായിട്ട് തകർത്ത് കളയുകയാണെന്നും. എങ്കിലും മോള് അമ്മയോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ട നിത്യ പറഞ്ഞു, അമ്മേ, എന്നോട് ക്ഷമ ചോദിക്കുന്നോ? എന്തിനാണ് അമ്മേ അങ്ങനെ ക്ഷമ ചോദിക്കുന്നത്? എനിക്ക് ഭാഗ്യക്കേടുണ്ടായിരുന്നിരിക്കും. അതാണ് ജീവനെ പോലെ ഒരു ഭർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് എത്തിയത്. എന്നാൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അച്ഛനും അമ്മയും. എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന അച്ഛനും അമ്മയും ഉണ്ടല്ലോ എനിക്ക്. മകനേക്കാളുപരി എന്നെയല്ലേ നിങ്ങൾ രണ്ടുപേരും സ്നേഹിക്കുന്നത്? എൻ്റെ ഒപ്പമല്ലേ നിങ്ങൾ എപ്പോഴും നിൽക്കാറുള്ളത്? അതുകൊണ്ട് തന്നെ ഇത്രയേറെ എന്നെ സ്നേഹിക്കുന്ന ഈ അച്ഛനെയും അമ്മയും വിട്ട് ഒരിക്കലും ഒരിടത്തേക്കും ഈ നിത്യ പോവില്ല. നിങ്ങളെ രണ്ടുപേരെയും തനിച്ചാക്കി എനിക്കൊരിക്കലും പോവാനാവില്ല. അമ്മ എന്നെ പറഞ്ഞയക്കാൻ ശ്രമിച്ചാലും ഞാൻ പോവില്ല അമ്മയുടെ അരികിൽ നിന്ന് എന്ന് പറഞ്ഞ് നിത്യ സുജാതയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ സുജാത എൻ്റെ പൊന്നുമോളെ എന്ന് പറഞ്ഞ് നിത്യയെ നെഞ്ചോട് ചേർത്തു. ആ അമ്മയുടെയും മകളുടെയും സ്നേഹം കണ്ട് പുറത്തു നിന്ന രഘു അവരുടെ സംസാരമെല്ലാം കേട്ട് ഹൃദയം വേദനിക്കുകയും സന്തോഷത്തോടെ മകളുടെ വാക്കുകൾ കേട്ടതിൻ്റെ സന്തോഷത്തിലും കണ്ണുകൾ നിറഞ്ഞ രഘു പതുക്കെ അത് അവരെ അറിയിക്കാതെ കണ്ണുനീര് തുടച്ച് റൂമിൻ്റെ വാതിൽ നിന്ന് രഘു മാറുന്നു. അപ്പോഴേക്കും നിത്യയെ സുജാത ചേർത്ത് പിടിച്ച് മകളെ ഒരിക്കലും കൈവിടില്ല എന്ന് മകളോട് തന്നെ പറയുന്നു. അതിനുശേഷം കാണുന്നത് ഹരിയും വീണയും കൂടി ഒരു തീരുമാനത്തിലെത്തുന്നത് എന്ത് തീരുമാനം എടുക്കുമെന്ന് അറിയുവാനായിട്ട് അവിടേക്ക് എത്തിയ ബെന്നിച്ചനും ആലീസും സംയുക്തയുടെ വരവിനായി കാത്തിരുന്നു. സംയുക്ത അവിടേക്ക് എത്തിയതും ബില്ലെല്ലാം പേ ചെയ്തതിൻ്റെ ശേഷം അരികിലേക്ക് എത്തി വീണയോട് പറഞ്ഞു, ബില്ലൊക്കെ സെറ്റിൽ ചെയ്തു, ഇനി കുഞ്ഞിനെ വാങ്ങി ഇവിടെ നിന്ന് പോയാൽ മതി, ഡിസ്ചാർജ് ആയിട്ടുണ്ട് എന്നറിയിച്ചു. അല്ല, നമുക്ക് കുഞ്ഞിനെ വാങ്ങിക്കാൻ പോകാം എന്ന് ചോദിച്ച് സംയുക്ത ഉടനെ തന്നെ വീണയോട് എന്ത് തീരുമാനമാണ് വീണ എടുത്തിരിക്കുന്നത്? കുഞ്ഞിനെ ഇപ്പോൾ NICയിൽ നിന്ന് അവർ പുറത്തു കൊണ്ടുവരും. കുഞ്ഞിനെ ഉടനെ തന്നെ ആലീസിനും ബെന്നിച്ചിനും കൈമാറുകയല്ലേ, എന്നിട്ട് പോവല്ലേ വീണെ എന്ന് സമയത്ത് ചോദിച്ചു. അത് കേട്ടതും വീണ പറഞ്ഞു, അതെ, കുഞ്ഞിനെ ഇവർക്ക് കൊടുത്തിട്ട് പോകാം മേഡം, അതുതന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് വീണ അറിയിക്കുമ്പോൾ ബെന്നിയും ആലീസും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. പിന്നീട് കുഞ്ഞിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം വീണ എടുത്തത് കേട്ട് സഹിക്കാനാകാതെ രാമകൃഷ്ണൻ ചാടി എഴുന്നേറ്റു.
നിനക്ക് നിനക്ക് നിന്റെ തോന്നിവാസത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. കുഞ്ഞിനെ നീ വയറ്റിൽ കൊണ്ടു നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ ഒന്ന് കാണാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ നീ ഒരിക്കലും തയ്യാറായിരുന്നില്ല. എന്നാൽ ആ കുഞ്ഞിനെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുകയും അതിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്ത ഒരുവൻ ഇവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന്റെ മേൽ നീ എത്ര അവകാശം പറഞ്ഞാലും ആ കുഞ്ഞിനെ സംരക്ഷിക്കാനും അതിനെ വളർത്താനുമുള്ള യോഗ്യത ഞങ്ങൾക്ക് തന്നെയാണ്. ഞങ്ങൾ എന്തായാലും കുഞ്ഞിനെ എന്ത് എഗ്രിമെന്റ് ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും എത്ര രൂപ നീ കൈപ്പറ്റെന്ന് പറഞ്ഞാലും ആ കുഞ്ഞിനെ ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല. അതാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് രാമകൃഷ്ണൻ വീണയോട് അറിയിച്ചു. അതെല്ലാം കേട്ടതും വീണ ആകെ കലിയോടിരിക്കുമ്പോൾ ഹരി ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ ഇരിക്കുന്ന നേരത്ത് സംയുക്തയുടെ നേരെ തിരിഞ്ഞ് രാമകൃഷ്ണൻ ചോദിച്ചു, അപ്പോ നീയാണ് ഇതിനെല്ലാത്തിനും പിന്നിൽ അല്ലെ? ശത്രുതയെല്ലാം മാറ്റിവെച്ച് നീ സൗഹൃദം ഭാവിച്ച് വീട്ടിലേക്ക് വന്നപ്പോ നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഞങ്ങളുടെ കുടുംബത്തെ തകർക്കാനായിട്ടാണ് നീ കയറി വന്നതെന്നും ഞാൻ അറിഞ്ഞില്ല. എന്റെ മകളുടെ കൂടെ നിന്ന് അവൾക്ക് ഇത്തരത്തിലുള്ള ഉപദേശങ്ങളെല്ലാം നൽകി നീയാണല്ലേ അവൾക്ക് ഇതിനുള്ള എല്ലാ ധൈര്യവും പകർന്നു കൊടുത്തതല്ലേ എന്ന് ചോദിച്ച് സംയുക്തയോട് രാമകൃഷ്ണൻ ശബ്ദമുയർത്തുമ്പോൾ അത് കേട്ട സംയുക്ത പറഞ്ഞു, ഒരിക്കലുമില്ല, ഞാൻ കാരണമൊന്നുമല്ല ഇങ്ങനെ ഒരു തീരുമാനം വീണയെ എടുത്തത്. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് തന്നെയാണല്ലോ വീണയും ഹരിയും തമ്മിൽ ഡിവോഴ്സ് ആകുന്നതിനെ കുറിച്ച് തീരുമാനമെടുത്തത്. ഡിവോഴ്സിനെ കുറിച്ച് ഹരിയോട് ആവശ്യപ്പെട്ടതും ഞാൻ വന്നതിന് ശേഷം ആയിരുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ ഇക്കാര്യത്തിൽ എനിക്ക് പങ്കുണ്ടെന്ന് പറയാൻ കഴിയും? എനിക്ക് ഹരിയോടാണെന്ന് പറയാനുള്ളത് എന്ന് പറഞ്ഞ് സംയുക്ത വേഗം ഹരിയുടെ അരികിലേക്ക് ചെന്നു. ഹരി, ഒരു കാര്യം ഹരി മനസ്സിലാക്കിക്കും. ഇപ്പോ ഇവർക്ക് പണം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാലും അവരുടെ എഗ്രിമെന്റുമായിട്ട് അവർ കോടതിയെ സമീപിക്കുമ്പോൾ അത് നേരിട്ടോളാമെന്ന് പറഞ്ഞാലും ഹരി, ഒരു കാര്യം എനിക്ക് ഹരിയോട് പറയാനുള്ളത്, കോടതിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ എല്ലാവരുടെയും കാണുക നാണം കെടാൻ പോകുന്നത് ഹരി തന്നെയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ രാമകൃഷ്ണൻ ചോദിച്ചു, അതെങ്ങനെ? എങ്ങനെ എൻ്റെ മകൻ നാണം കെടും? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ച് രാമകൃഷ്ണൻ ശബ്ദമുയർത്തിയതും സംയുക്ത പറഞ്ഞു, ഹരിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകും. കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ജഡ്ജിയുടെ മുന്നിൽ വീണ വിളിച്ചു പറയും, ഹരിയുടെ കുഞ്ഞിനെയല്ല അവൾ ജന്മം നൽകിയതെന്ന്. ആ കുഞ്ഞിന്റെ മേൽ ഹരിക്ക് ഒരു അവകാശവും ഇല്ല എന്ന് വീണ തുറന്നു പറയും. എന്താ ഹരിക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വീണയുടെ കുഞ്ഞിന്റെ മേലും ഹരിക്ക് യാതൊരു അവകാശവും ഇല്ല എന്നുള്ള കാര്യം വീണ തുറന്നടിക്കുമ്പോൾ ആ നാട്ടുകാരുടെയും കോടതിയുടെയും മുന്നിൽ നാണം കെട്ട് നിൽക്കേണ്ടി വരും ഹരിക്ക്. അത് മാത്രമല്ല, വീണയുടെ മനസ്സിലോ ശരീരത്തിലോ ജീവിതത്തിലോ ഹരിക്ക് ഒരു സ്ഥാനവും അവകാശവും ഇല്ല എന്ന് വീണ വിളിച്ചു പറയുന്നത് കേട്ട് നാണം കെട്ട് പോരേണ്ടി വരും ഹരിക്ക്. അങ്ങനെ ഒരു തോൽവി ഹരി ആഗ്രഹിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങനെ നാണം കെട്ടൊരു ജീവിതം ഹരി ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് സംയുക്ത ചോദിക്കുമ്പോൾ ഇനി എടുക്കേണ്ട തീരുമാനം ഹരിയുടേതാണ്. ഹരി മാത്രമാണ് ഇതിലൊരു ഉറച്ച തീരുമാനം എടുക്കേണ്ടതെന്ന് സംയുക്ത അറിയിച്ചു. അത് കേട്ടതും ഹരി ആകെ വേദനയോടെ വീണയുടെ അരികിലേക്ക് എത്തി ചോദിച്ചു, വീണേ, നിനക്ക് ആ കുഞ്ഞിനെ വേണ്ടെങ്കിൽ വേണ്ട. നീ എത്ര രൂപയാണ് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയതെന്നും എനിക്കറിയില്ല. എന്ത് അഗ്രിമെന്റാണ് നീ സൈൻ ചെയ്ത് കൊടുത്തതെന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ ജീവിതകാലം മുഴുവനുള്ള സമ്പാദ്യം ഞാൻ ഇവർക്ക് കൊടുത്തേക്കാം. ഞാൻ പതിയെ ഇവരുടെ അരികിൽ നിന്ന് വാങ്ങിയ പണവും വീട്ടിക്കോളാം. പക്ഷേ വീണേ, ആ കുഞ്ഞിനെ നീ എനിക്ക് തന്നോടെ? നിന്നെ ആ കുഞ്ഞിന്റെ അരികിൽ കൊണ്ടുവരികയോ ഒരു അവകാശങ്ങൾ ഉന്നയിക്കുകയോ ചെയ്യിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ പറഞ്ഞു, വേണ്ട, നിങ്ങളെ എനിക്കിഷ്ടമല്ല. എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ വളർത്തുന്നതും എനിക്കിഷ്ടമല്ല എന്ന് വീണ ദേഷ്യത്തോടെ ഹരിയോട് പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് ആകെ തകർന്നു നിൽക്കുന്ന ഹരി രാമകൃഷ്ണനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, അമ്മാവാ, നമ്മൾ തോറ്റുപോയി. എല്ലാ രീതിയിലും നമ്മൾ തോറ്റുപോയി. നമ്മുടെ പക്കലുള്ളത് സ്നേഹം മാത്രമാണ് അമ്മാവാ. ആ സ്നേഹത്തിന് ഇവരുടെയൊക്കെ ലോകത്ത് യാതൊരു സ്ഥാനമോ വിലയോ ഇല്ല എന്ന് പറഞ്ഞ് കണ്ണുനീര് തുടച്ചുകൊണ്ട് ഹരി ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ രാമകൃഷ്ണൻ പറഞ്ഞു, നിന്റെ ഇത്തരം തോന്നിവാസങ്ങൾക്ക് നിനക്ക് കിട്ടാൻ പോകുന്ന തിരിച്ചടി എന്താണെന്ന് നീ അറിയുന്നില്ല. ആ കുഞ്ഞിന്റെ മുഖം പോലും കാണാൻ നീ ആഗ്രഹിക്കാതെ ആ കുഞ്ഞിനെ നീ വിൽക്കാൻ തയ്യാറായവളല്ലേ? ഇതിനൊക്കെയുള്ള ശാപവും ഇതിന്റെ എല്ലാം ശിക്ഷയും നീ അനുഭവിക്കുവടി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് രാമകൃഷ്ണൻ പോകുന്നു. പിന്നീട് സദാനന്ദനെ കൂട്ടിക്കൊണ്ടുപോയ ജീവനെക്കുറിച്ചുള്ള ആശങ്കയായിരുന്നു വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ശിവാനന്ദന്. നിങ്ങൾ എന്തിനാണ് ഏട്ടനെ പോകാൻ അനുവദിച്ചത് എന്ന് ചോദിച്ച് ശിവാനന്ദൻ ബഹളം വയ്ക്കുമ്പോൾ ശ്രുതി പറഞ്ഞു, അച്ഛാ, ഞാനും അമ്മയും പറഞ്ഞതാണ് വെല്ലിച്ചനോട് പോകണ്ട എന്ന്. പക്ഷെ വെല്ലിച്ചൻ തീരുമാനം എടുത്തുപോയി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ചതും ശ്രുതിയോട്
ശിവാനന്ദൻ ചോദിച്ചു. അല്ല, അവിടെ നിത്യമോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നീയല്ലേ കൂടുതലും പറയാറും സങ്കടപ്പെടാറുമുള്ളത്. എന്നിട്ടും നീ തന്നെ എല്ലാം അറിഞ്ഞു വെച്ച് അവന്റെ കൂടെ ഏട്ടനെ പറഞ്ഞയക്കാൻ തയ്യാറായില്ലേ എന്ന് ചോദിച്ചപ്പോ അതെല്ലാം കേട്ട് നിന്ന ചന്ദ്രിക പറഞ്ഞു, സത്യത്തിൽ അതല്ല ശിവേട്ട പ്രശ്നം. ഉം, എല്ലാ സത്യങ്ങളും എനിക്ക് കൂടി അറിയാവുന്നത് കൊണ്ടല്ലേ ആ അഭിനയം കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത് വെറുമൊരു അഭിനയമാണെന്ന് മനസ്സിലായത്. അല്ലാതെ ഏട്ടനെ കുറ്റം പറയാനും കഴിയില്ല. അതുപോലെയായിരുന്നു അവന്റെ ഈ വീട്ടിൽ വന്നിട്ടുള്ള പ്രകടനം. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അല്ല, എന്റെ പേടി അതൊന്നും അല്ല അച്ഛാ. ഇനിയിപ്പോ വെല്ലിച്ചനെ അയാളെങ്ങാനും എന്ന് ചോദിച്ചിട്ടും ശിവാനന്ദൻ പറഞ്ഞു, തൊടില്ലവൻ. എന്റെ ഏട്ടനെ തൊട്ടാലുണ്ടല്ലോ അവൻ വിവരം അറിയും. എന്റെ ഏട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവനെ കാണാൻ പോകുന്നത് ഞാൻ അവന്റെ വീട്ടിൽ ചെന്നിട്ടായിരിക്കില്ല, പൊതുവഴിയിൽ വെച്ചിട്ടായിരിക്കും. അവനെ ഞാൻ വെട്ടി തുണ്ടം തുണ്ടമാക്കിയിടും. അങ്ങനെ എന്റെ ഏട്ടന് എന്തെങ്കിലും ഒരു പോറലെങ്കിലും അവന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇനി അങ്ങനെ ഒരുത്തൻ ഈ ലോകത്ത് പോലും ജീവിക്കണ്ട എന്ന് ഞാനങ്ങ് തീരുമാനിക്കുമെന്ന് ശിവാനന്ദൻ അറിയിച്ചു. ഇതെല്ലാം കേട്ട് ആകെ ഭയന്ന് നിൽക്കുകയാണ് ചന്ദ്രികയും ശ്രുതിയും. പിന്നീട് കാണുന്നത് ജീവനും നിത്യയും കൂടി സദാനന്ദനുമായി നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തി. അവിടെ സദാനന്ദനോട് വലിയ സ്നേഹമൊക്കെ കാണിച്ച് ജീവൻ പറഞ്ഞു, അച്ഛാ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ വന്നാലോ? അപ്പോഴേക്കും സദാനന്ദൻ പറഞ്ഞു, അതൊന്നും വേണ്ട മോനെ എന്ന് പറഞ്ഞപ്പോ കണ്ടില്ലേ, അച്ഛന് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. എന്നെ കൊണ്ട് പണം ചെലവാക്കിക്കുന്നു എന്നുള്ള ടെൻഷനല്ലേ. നിത്യയെ താൻ എന്താണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കാത്തത്? അച്ഛന്റെ മകനല്ലേ ഞാൻ, എനിക്ക് ഇത്ര ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളതല്ലേ എന്നെല്ലാം ചോദിച്ച് നിത്യയോട് ജീവൻ സംസാരിക്കുമ്പോ ഉടൻ തന്നെ സദാനന്ദൻ പറഞ്ഞു, എന്നാ നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും കഴിക്കാം, എന്താ എന്ന് പറഞ്ഞ് നിത്യയുടെയും ജീവന്റെയും കൂടെ സദാനന്ദൻ വളരെ സന്തോഷത്തോടെ ഡോക്ടറെ കാണാനായി സ്റ്റെയർ കയറി പോകുന്നു. അപ്പോഴാണ് NICUയിൽ നിന്ന് വീണയുടെ കുഞ്ഞിനെ ഒരു നേഴ്സ് പുറത്തേക്ക് എടുക്കുന്നത്. ഹരിയും വീണയും കൂടി വീണയെ വീൽ ചെയറിലിരുത്തി ഹരി വീണയുമായിട്ട് അതുവഴി പോകുന്ന ആ വരാന്തയിലൂടെ വരുമ്പോൾ ഹരി വീണയോട് പറഞ്ഞു, നമ്മൾ രണ്ടുപേരും ചെന്ന് കുഞ്ഞിനെ ഏറ്റുവാങ്ങണമെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോഴെങ്കിലും വീണെ, നീ ഈ സമയത്തെങ്കിലും ആ കുഞ്ഞിനോടുള്ള വെറുപ്പ് നീ കാണിക്കരുത് എന്ന് ഹരി വീണയോട് താഴ്മയായി പറയുന്നു. അപ്പോഴാണ് നിത്യയും ജീവനും സദാനന്ദനും കൂടി മുകളിലേക്ക് സ്റ്റെയർ കയറി വരുമ്പോൾ NICയിൽ നിന്ന് കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് വന്ന ആ നേഴ്സിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പൊതിഞ്ഞു വെച്ചിരുന്ന ടർക്കി താഴേക്ക് പോകുന്നത്. ഉടനെ തന്നെ നിത്യ അത് കണ്ട് കുഞ്ഞിനെ വളരെ ഭദ്രമായി തന്നെ സുരക്ഷിതമായി ആ ടർക്കിയിൽ പൊതിഞ്ഞു കൊടുത്ത് നിത്യ ആ നേഴ്സിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ കുഞ്ഞിനെ കണ്ട് ആദ്യം സന്തോഷത്തോടെ നോക്കിയ ജീവൻ നിത്യ കുഞ്ഞിനെ പൊതിഞ്ഞു കൊടുത്തതിന് ശേഷം ജീവന്റെ മുഖത്തേക്ക് നോക്കിയതും ജീവൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ മുഖം തിരിച്ചു നിന്നു. അപ്പോഴേക്കും നിത്യ നേഴ്സിനോട് ചോദിച്ചു, സിസ്റ്ററെ, ഞാൻ കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചതും അതിനെന്താ, എടുത്തോ എന്ന് പറഞ്ഞ് ആ നേഴ്സ് കുഞ്ഞിനെ നിത്യയുടെ കയ്യിലേക്ക് കൊടുത്തു. നിത്യ കുഞ്ഞിനെ കയ്യിലെടുത്ത് വളരെ സ്നേഹത്തോടെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി. ആ കുഞ്ഞ് ഒന്നും അറിയാതെ ആ പിഞ്ചു കുഞ്ഞ് നിത്യയെ തന്നെ അങ്ങനെ നോക്കുമ്പോൾ നിത്യ ആ കുഞ്ഞിന്റെ മുഖത്ത് ഒന്ന് ഉമ്മ കൊടുത്തു. അങ്ങനെ നിത്യ വളരെ സ്നേഹത്തോടെ കുഞ്ഞിനെ കയ്യിലെടുത്ത് അങ്ങനെ നോക്കുമ്പോൾ ജീവൻ അതൊട്ടും ഇഷ്ടപ്പെടാത്തതുപോലെ മുഖം തിരിഞ്ഞു നിന്നു. ഉടൻ തന്നെ നിത്യ ആ കുഞ്ഞിനെ ഉമ്മ കൊടുത്തതും നിത്യയുടെ കണ്ണുകൾ നിറയുന്നത് സദാനന്ദൻ കണ്ടു. നിത്യയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീണ് ആ കുഞ്ഞിന്റെ കവിളത്ത് തന്നെ കൃത്യമായി ചെന്ന് വീഴുന്നു. അതിനുശേഷം നിത്യ ആ കുഞ്ഞിനെ നേഴ്സിന്റെ കയ്യിലേക്ക് നൽകി. അപ്പോഴേക്കും സദാനന്ദൻ പറഞ്ഞു, വാ, നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് ജീവനെയും വിളിച്ചുകൊണ്ട് സദാനന്ദൻ മുന്നേക്ക് നടക്കുന്നു. പിന്നാലെ നിത്യ കുഞ്ഞിനെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവരുടെ പിന്നാലെ നടന്നു പോകുമ്പോഴാണ് ഹരിയും വീണയും കൂടി കുഞ്ഞിനെ ഏറ്റുവാങ്ങാനായി NICയുടെ മുന്നിലേക്ക് എത്തിയത്. ഹരി എന്ന് വിളിച്ച് നേഴ്സ് കുഞ്ഞിനെ ഹരിയുടെ കയ്യിലേക്ക് കൊടുത്തു. ആ കുഞ്ഞിനെ ഹരി തന്റെ നെഞ്ചോട് ചേർത്ത് അന്ന് കിടത്തിയതും ആ കുഞ്ഞിന് തന്റെ ചൂട് പകർന്നു കൊടുത്തതുമൊക്കെ ഹരി ഓർമ്മിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ ആ കുഞ്ഞിനെ കയ്യിലേക്ക് പിടിച്ചു. അപ്പോഴേക്കും ഹരി വീണയോട് ചോദിച്ചു, വീണെ, നിനക്ക് കാണണ്ടേ നിന്റെ കുഞ്ഞിനെ? അത് കേട്ടതും വീണ പറഞ്ഞു, എനിക്കൊന്നും കാണണ്ട ആ അസത്തിനെ എന്ന് പറഞ്ഞ് വീണ മുഖം തിരിച്ചു. ആ വാക്കുകൾ കേട്ട് രാമകൃഷ്ണൻ ദേഷ്യത്തോടെ തന്റെ മകളെ നോക്കി. അപ്പോഴേക്കും ഹരി ആകെ വേദനയോടെ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ആ കുഞ്ഞിനെ തന്റെ കയ്യിൽ നിന്ന് പോകുന്നു എന്നതിന്റെ വേദനയും ആ കുഞ്ഞ് കൈവിട്ട് പോകാൻ പോകുന്നു എന്നതിന്റെ സങ്കടവും മനസ്സിലടക്കി പിടിച്ച് കണ്ണുനീരോടെ വീണയെ നോക്കുകയാണ് ഹരി.